മലയാളത്തില് ആസിഫായിട്ട് വലിയ പടമായിട്ടാണ് വലിയ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പടം തന്നെയാണ്. അശോകൻ ചേട്ടൻ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? എനിക്ക് 6-8 ദിവസം കൊണ്ട് ഉള്ളൂ. ഇനി 2 ദിവസം കൂടി ഉള്ളൂ. നല്ല ക്യാരക്ടർ. സെറ്റ് കാണുമ്പോ എങ്ങനെയാണ്? മലയാളത്തിൽ ഒരു വലിയ പടം പോലെയാണ്. വലിയ പടമാണത്. അത് കൂടാതെ പിന്നെ ഏതാ പടം? പിന്നുള്ളത് നിവിൻ പോളി പടം, പിന്നെ മാർത്താണ്ഡന്റെ പടം ഓട്ടം തുള്ളല്, പിന്നെ നാദശയുടെ ഇപ്പൊ ഇറക്കാൻ പോണു 28 ഉണ്ണികൃഷ്ണൻ നീമ്പോളി പടത്തിന്റെ ജോണർ എന്താ? പൊളിറ്റിക്കൽ ഡ്രാമ എന്നൊക്കെ പറയാം. അങ്ങനെയാണ്. അതിന് അർജുൻ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? ട്രോളാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതും കുറച്ച് വലിയൊരു ക്യാരക്ടറാണ്. പൊളിറ്റിക്സ് അങ്ങനത്തെ പരിപാടികളാണ്. കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ചാണ്ടി ഉമ്മന്റെ ക്യാരക്ടറായിട്ടാണ് നീമ്പോളി വരുന്നത് എന്നൊക്കെ അങ്ങനെ രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അവൻ അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ. പൊളിറ്റിക്സ് പരിപാടികൾ. ഇതാണെങ്കിൽ നിലവിൽ ഷൂട്ടിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭീമുകൃഷ്ണൻ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞില്ലേ? ഭീമുകൃഷ്ണൻ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് 15 പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ. നിങ്ങൾ മാർത്താണ്ഡന്റെ പടവും പിന്നെ ഇവന്റെ നാദശയുടെ പടം രണ്ടും കോമഡി. നമുക്ക് ഇപ്പോഴും ഇഷ്ടം അല്ല, അത് മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അത് നമുക്ക് കിട്ടാതെ പറ്റില്ല. പിന്നെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. പറയുന്നുണ്ടോ? ആയിട്ടില്ല. പണ്ടത്തെ പടങ്ങളിലില്ലേ അശോകൻ ചേട്ടനാണ് കൂടുതലായിട്ട് താടി വെച്ചിട്ട് പോലീസ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ട്. അത് അന്ന് അങ്ങനെ ആയിരുന്നു. ആൾക്കാരെ സമയം ഉണ്ടാവില്ല. താടി പിടിക്കാൻ സമയമില്ല. ഒരു സെറ്റിലേക്ക് ഓടുകയല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യം പറയും, കാരണങ്ങൾ പറയൂ. എന്തെങ്കിലും ബ്ലേഡ് അലർജിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ശബരിമല പറഞ്ഞിട്ട് താടി വെച്ചിട്ട് എനിക്കൊന്നും മലയാള സിനിമയില് പോലീസുകാരനും വേഷവും എന്തിനാണ് ശ്രീകൃഷ്ണനായിട്ട് ഒരു അഭിനയിക്കാൻ പറ്റില്ല. താടി പഠിക്കാനുള്ള ഒരു കണ്ടിന്യൂറ്റി പടങ്ങളുണ്ടാകും. ഇപ്പൊ ചെയ്യണ്ടെണ്ണം ഉടനെ ഇല്ല. സ്ക്രിപ്റ്റിന്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കും. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല കുടുംബമല്ലേ ഈ പടത്തില് അഭിനയിക്കുന്നത്. ഇതിലിപ്പോ എനിക്ക് ഡേറ്റ് ഇല്ലാത്ത മോനെ വിട്ടു. ഡേറ്റ് ഇല്ലാത്തോണ്ട് പടങ്ങൾ വരാനുണ്ട്. 4-5 പടങ്ങൾ ഇറങ്ങാൻ. 6 പടം ഇറങ്ങാൻ. അതൊക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ. നാദശയുടെ പടം, മാർത്താണ്ഡന്റെ പടം, ഉണ്ണികൃഷ്ണന്റെ പടം, നീമ്പോളി പടം, ടിക്കറ്റ് അതുണ്ട്. ടിക്കറ്റ് നീമ്പോളിയുടെ മറ്റേ ട്രെയിലർ ഇറങ്ങി. വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ നന്നായില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പടം നന്നായാലും ഇപ്പൊ മോശമായാലും അസുരന്റെ ഏത് രീതിയിലാണ് മകനോട് പറയുന്നത്? മോശമായ ശരിയായില്ലെന്ന് പറയുന്നത് അങ്ങനെ പറയില്ലേ? കണക്കാരി പറയും. ഇതിനിപ്പോ സ്ക്രിപ്റ്റിന് എന്തെങ്കിലും സജഷൻ കൊടുക്കാറുണ്ടോ? അവന്റെ സ്ക്രിപ്റ്റ് അവൻ തന്നെ തീരുമാനിക്കും. അവൻ അത് തിരഞ്ഞെടുക്കും. ഞാനല്ല. കാരണം അവനാണ് അഭിനയിക്കുന്നത്. അവനെങ്ങനെ അഭിനയിക്കുന്ന അവനെന്താ ഓൺലൈനൊക്കെ സുഖമല്ലേ? എല്ലാവർക്കും